ആവശ്യപ്പെട്ടത് മിനിമം വേതനമാണ് ആവശ്യപ്പെട്ടത്. അത് ഗവൺമെൻറ് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ഇലക്ഷനിൽ പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ മിനിമം ഒരു ദിവസം 700 രൂപ നിരക്കിൽ നൽകുമെന്നതായിരുന്നു. പക്ഷേ അത് ഇത്രയും വർഷമായിട്ടും 5 വർഷം ആകാൻ പോകുന്നു, അപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. ഞങ്ങളുടെ സമരം ആരംഭിച്ച് ഞങ്ങളിത് പറയുമ്പോൾ മിനിമം വേതനം നൽകണമെന്നും ഓണറേറിയം 21,000 ആക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാരും അവർക്ക് വേണ്ടി അനുകൂലിച്ച ആളുകളും സംസാരിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾ കേന്ദ്രത്തോടാണ് സമരം ചെയ്യേണ്ടത്, ഇത് മുഴുവൻ തരേണ്ട കേന്ദ്രമാണ്, സംസ്ഥാന സർക്കാരിന് ഒരു ബാധ്യതയുമില്ല, ഉത്തരവാദിത്വമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ശരിയല്ല എന്ന് ഈ സംസ്ഥാന സർക്കാർ തന്നെ തെളിയിച്ചിരിക്കുന്നു. നവംബർ മാസം മുതൽ പ്രാബല്യത്തിൽ വന്ന 1000 രൂപയുടെ വർധനവും ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന 1000 രൂപയുടെ വർധനവും ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണെന്നുള്ളത് ഇന്ന് അടിവരയിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി വാചക കസർത്ത് നടത്തിയിരുന്ന ആളുകൾക്കുള്ളൊരു മറുപടിയും കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർധനവ്. ഞങ്ങളെ സംബന്ധിച്ച് തൃപ്തികരമല്ല. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച ഡിമാൻഡ് ശരിവെക്കുന്നതാണ് ഈ വർധനവ്. അതുകൊണ്ട് ഞങ്ങൾ ആ വർധനവിനെ സ്വീകരിക്കുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ 21,000 രൂപ മിനിമം വേതനമെന്ന ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ സമരത്തിൻ്റെ 1ാം വാർഷിക ദിനമായ ഫെബ്രുവരി 10-ാം തീയതി വലിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആശമാർ സംസ്ഥാനത്തുടനീളമുള്ള ആളുകൾ അതിനകത്തേക്ക് പങ്കെടുക്കുകയാണ്. ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഈ പ്രക്ഷോഭമായി തുടരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആകാം, ഒരുപക്ഷെ ആകാം, അങ്ങനെയായിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷേ നവംബർ മാസം 1000 രൂപ വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിലൊന്നും ആ വർധനവ് പ്രതിഫലിച്ചില്ല. കാരണം വൈകി വരുന്ന നീതി നിഷേധത്തിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ സമരം ആരംഭിക്കുമ്പോൾ ഫെബ്രുവരി 10-ന് ആരംഭിക്കുമ്പോൾ 2-3 ദിവസം കൊണ്ട് ഇപ്പോൾ വരുത്തിയ വർധനവ് വന്ന് ഒരു ആശ്വാസം നൽകാൻ സർക്കാരിന് കഴിയുമായിരുന്നു. അത് ചെയ്തില്ല. പകരം 266 ദിവസം സ്ത്രീകളെ പെരുമഴയത്തും വെയിലത്തും ഈ തെരുവിലിട്ട് അങ്ങേയറ്റം കഷ്ടപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും അശ്ലീലം പറയുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ അങ്ങനെ തരുമെന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയൊരു വർധനമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല. തീർച്ചയായിട്ടും ആശമാർക്ക് പൊതുവിൽ സർക്കാർ പ്രഖ്യാപിച്ചത് നൽകാത്തതിൻ്റെ വിഷമവും ദേഷ്യവും പരിഭവവും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് ഞങ്ങൾ പൊരുതി നേടിയതാണ്. ഈ 2-3 മാസത്തിനിടയിൽ 2 തവണയായി സംസ്ഥാന സർക്കാരിന് വേതനം വർദ്ധിപ്പിക്കേണ്ടി വരിക എന്നത് ഞങ്ങളുടെ സമരത്തെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, അതിൻ്റെ കെടുതികൾ എത്രയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഓണറേറിയം 21,000 രൂപ വരെ എത്തുക, ആ ഒരു ആവശ്യം ഇനിയും ഉന്നയിച്ചാൽ അത് നേടിയെടുക്കുന്നവരെ പ്രതിഷേധം. തീർച്ചയായിട്ടും ഓണറേറിയം 21,000 രൂപ നൽകുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷവും അതോടൊപ്പം പെൻഷനും പ്രഖ്യാപിക്കുക. ഇപ്പോഴും ചില ഇൻസെൻറ്റീവുകൾക്ക് നിബന്ധന സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രം നൽകുന്ന ഇൻസെൻറ്റീവിന് അത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരമുള്ള നിരവധി ഡിമാൻഡുകൾ വെച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരുക തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.